ഹായ്, എല്ലാവർക്കും നെയ്യാർ എക്സ്പ്രസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് 2026 ഫിഫ ലോകകപ്പിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നത്. നമുക്കുമല്ലേ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, അപ്പോൾ 2026 നടന്നത് ഫിഫ എത്രാമത് ഫുട്ബോൾ ലോകകപ്പാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് 23ാമത് ഫുട്ബോൾ ലോകകപ്പായിരുന്നു 2026 നടന്നു എന്നുള്ളത് അല്ലേ. എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ 48 രാജ്യങ്ങൾ പങ്കെടുത്തു എന്നുള്ളതാണ്. 48 രാജ്യങ്ങൾ പങ്കെടുത്തു അല്ലെ. 12 എന്ത് പറയുന്നു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതിൽ 48 രാജ്യങ്ങൾ പങ്കെടുത്തു എന്നുള്ളതായിരുന്നു. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ആദ്യത്തെ ലോകകപ്പ് കൂടിയായിരുന്നു ഈ 2026 നടന്ന 23ാമത് ഫിഫ ലോകകപ്പ് എന്ന് പറയുന്നത് അല്ലെ. ആദ്യ ലോകകപ്പ് 1930 ആദ്യ ലോകകപ്പ് നടന്നിരുന്നത്. വിജയം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉറുഗ്വേ ആയിരുന്നു വിജയിച്ചിരുന്നു എന്നുള്ളതായിരുന്നു. ഇനി ഫിഫ ലോകകപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു എവിടെയായിരുന്നു വേദി എന്നുള്ളത് അല്ലെ. 3 പ്രധാനപ്പെട്ട രാജ്യങ്ങളായിരുന്നു ഇപ്രാവശ്യം വേദിയായിട്ട് വന്നിരിക്കുന്നു. അതിലൊന്ന് അമേരിക്ക, മെക്സിക്കോ, കാനഡ അല്ലെ. 3 രാജ്യങ്ങളാണ് വേദിയായിട്ട് വന്നിരിക്കുന്നത്: അമേരിക്ക, മെക്സിക്കോ, കാനഡ. ആദ്യ മത്സരം ഏത് രാജ്യത്തായിരുന്നു നടന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മെക്സിക്കോയിലായിരുന്നു. ഫൈനലിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനലിന്റെ വേദി അമേരിക്കയിലായിരുന്നു എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം എന്നുള്ളതാണ്. രണ്ടും ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. ഇനി അറിയേണ്ടത് ഇപ്രാവശ്യത്തെ ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ പന്ത് അറിയപ്പെട്ടിരുന്ന പേര് ട്രിയോണ്ട എന്ന പേരിലാണ്. 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് അറിയപ്പെട്ടിരുന്ന പേര് ചോദിക്കുകയാണെങ്കിൽ ഏത് പേരിലാണ്? ട്രിയോണ്ട എന്ന പേരിലാണ് പന്ത് അറിയപ്പെട്ടിരുന്നു. ട്രിയോണ്ട എന്ന പോർച്ചുഗീസ് ഭാഷ, അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ 3 തരംഗങ്ങളെ അല്ലെങ്കിൽ 3 തിരമാലകളെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം, ട്രിയോണ്ട എന്ന് പറയുന്നത്. അതിൽ നമുക്കറിയാം കാനഡ അല്ലെ മെക്സിക്കോ 3 രാജ്യങ്ങളിലായിരുന്നു ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നടന്നു. അപ്പോൾ കാനഡയിലെ മാപ്പിൾ ലീഫ് കാണാൻ പറ്റുന്നുണ്ടല്ലോ, മാപ്പിൾ ലീഫ് മെക്സിക്കോയുടെ കഴുകിനെ സൂചിപ്പിക്കുന്നു അല്ലെ. US അമേരിക്കയുടെ നക്ഷത്രങ്ങളെയും ഇതിനകത്ത് എന്ത് ചെയ്യാണ് സൂചിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു. ഇതായിരുന്നു ട്രിയോണ്ട എന്ന് പറയുന്ന പന്ത്. പന്തിന്റെ പേര് ഓർത്ത് വെച്ചോളുക, അതാണ് കൂടുതൽ ചാൻസ്. ട്രിയോണ്ട എന്നാണ് പന്തിന്റെ പേര് ചോദിക്കണമെങ്കിൽ പറഞ്ഞതാണ് ട്രിയോണ്ട. ഇനി എന്തായിരുന്നു ഇപ്രാവശ്യത്തെ ഈ ഫുട്ബോൾ ലോകകപ്പിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം? 3 രാജ്യങ്ങളിൽ നടക്കുന്നത് കൊണ്ട് ഈ 3 രാജ്യങ്ങളും ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങൾ ഇപ്രാവശ്യം ഫുട്ബോൾ ലോകകപ്പിന് നൽകി എന്നുള്ളതായിരുന്നു സത്യം. അതിൽ ഈ കാനഡ മേപ്പിൾ അല്ലെങ്കിൽ മൂസ് കാനഡ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ നോക്കിക്കോ, മനുഷ്യരൂപത്തിലുള്ള കനേഡിയൻ മൂസായ മേപ്പിൾ ചുവപ്പ് നിറത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതായിരുന്നു. സർഗാത്മകതയും പ്രതിരോധ ശേഷിയും പ്രതിനിധീകരിക്കുന്നതാണ്. ഒരു ഗോൾ കീപ്പറായിട്ടാണ് മൂസിന് നൽകിയിരിക്കുന്നത്. ഇതാ ഈ കാണുന്നതാണ് മൂസ്. ഇനി നമുക്കറിയാം സായു അല്ലെ, മെക്സിക്കോയുടെ സായു. ഓക്കെ, സ്ട്രൈക്കറാണ്. സായു എന്ന് പറയുന്നത് സ്ട്രൈക്കറാണ്. മെക്സിക്കോയെ പ്രതിനിധീകരിക്കുന്ന ഒരു ജാഗർ കൂടിയാണ് ഈ സായു എന്ന് പറയുന്നത് അല്ലെ. ഐക്യം, ശക്തി, സന്തോഷം എന്നിവയാണ് ഇതിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നു. ഇനിയുള്ളത് അമേരിക്കയുടെ ക്ലച്ച് ആണ്. ക്ലച്ച്, അമേരിക്കയുടെ ക്ലച്ച് അല്ലെ. ഇത് അമേരിക്കയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ബാൾട്ട് ഈഗിളാണ്, വളരെ ഒരു ഈഗിളാണ് ക്ലച്ച് എന്ന് പറയുന്നു. ഊർജ്ജസ്വലവും ധൈര്യശാലിയുമായിരിക്കുന്ന ഒരു പക്ഷി എന്ന നിലയിൽ ടീമിനെ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ക്ലച്ച്. ഈ കാണുന്നതാണ് ക്ലച്ച് എന്ന് പറയുന്നത്. സോ അത് അമേരിക്കയെ എന്ത് ചെയ്യാണ്, അവർ നൽകിയിരിക്കുന്ന ഒരു സിമ്പിളാണ്. ഇനി ഈ പ്രാവശ്യത്തെ ഈ ഫുട്ബോൾ ലോകകപ്പിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഉദ്ഘാടന മത്സരത്തിന്റെ വേദി എവിടെ നിന്നായിരുന്നു? ഉദ്ഘാടന മത്സരത്തിന്റെ വേദി ചോദിക്കണമെങ്കിൽ എസ്റ്റാഡിയോ ആസ്റ്റഗെ എന്ന് പറഞ്ഞ ഫുട്ബോൾ സ്റ്റേഡിയം ആയിരുന്നു. ഏത് രാജ്യത്തെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മെക്സിക്കോ. കേട്ടോ, മെക്സിക്കോയാണ് വേദി. മെക്സിക്കോ ആയിരുന്നു വേദി. ഫൈനൽ മത്സരം വേദിയായിരുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലെ ഈസ്റ്റ് റദർഫോർഡ് മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തായിരുന്നു ഫൈനലിന്റെ വേദി. ഇനി ആദ്യ മത്സരം ഏത് രാജ്യങ്ങൾ തമ്മിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിലായിരുന്നു. ആദ്യ മത്സരം മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും. കാരണം 2026 ഫിഫ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിന്റെ വേദി മെക്സിക്കോ ആയിരുന്നു. ആതിഥേയർ അല്ലെ മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക ആയിരുന്നു ആദ്യ മത്സരം നടന്നിരുന്നത്. അത് ജൂൺ മാസം 11-ാം തീയതി ആയിരുന്നു ആദ്യ മത്സരം നടന്നത്. 2026 ജൂൺ മാസം 11-ാം തീയതി ആയിരുന്നു ആദ്യ മത്സരം നടന്നു എന്നുള്ളതായിരുന്നു. സോ അങ്ങനെ ആദ്യ മത്സരത്തിൽ 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഗോൾ നേടിയ താരമാരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജൂലിയൻ കിനോനസ് ആണ്. ജൂലിയൻ കിനോനസ് ഏത് രാജ്യത്തിന്റെ പ്ലെയർ എന്ന് ചോദിക്കുകയാണെങ്കിൽ മെക്സിക്കോ. കേട്ടോ, മെക്സിക്കോ പ്ലെയർ ആണ് ജൂലിയൻ കിനോനസ്, മെക്സിക്കോ പ്ലെയർ ആണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്രാവശ്യത്തെ ഫുട്ബോൾ ലോകകപ്പിലൂടെ
തുടർച്ചയായ 6 ഫിഫ ലോകകപ്പിലും ഗോളടിക്കുന്ന ആദ്യ താരം. തുടർച്ചയായ 6 ഫിഫ ഫുട്ബോൾ ലോകകപ്പിലും ഗോളടിക്കുന്ന ആദ്യ താരം ചോദിക്കുകയാണെങ്കിൽ അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 2006 മുതൽ 2026 വരെയുള്ള ഫുട്ബോൾ ലോകകപ്പിൽ അദ്ദേഹം ഗോളടിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അങ്ങനെ തുടർച്ചയായിട്ടുള്ള 6 ഫിഫ ഫുട്ബോൾ ലോകകപ്പിലും ഗോളടിക്കുന്ന ആദ്യ താരമാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റൊണാൾഡോയും. എന്നാൽ 2026 ഫിഫ ലോകകപ്പിൽ തുടർച്ചയായ 7 മത്സരങ്ങളിൽ ഗോളടിക്കുന്ന ആദ്യ താരം അത് മെസ്സിയാണ്. 2026 ഫിഫ ലോകകപ്പിൽ തുടർച്ചയായിട്ടുള്ള 7 മത്സരങ്ങളിൽ ഗോളടിക്കുന്ന താരമാരെന്ന് ചോദിച്ചാലാണ് മെസ്സിയാണ്. അത് 2026 എന്നാൽ ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ തുടർച്ചയായിട്ടുള്ള 6 മത്സരങ്ങളിലും ഗോളടിക്കുന്നത് അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. രണ്ടും മാറിപ്പോകരുത്. ഇനി നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് മാനുവൽ നോയർ. 2026 ഫിഫ ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്ന ഗോൾ കീപ്പർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മാനുവൽ നോയർ ആണ്. ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ഗോൾ കീപ്പർ എന്ന് പറയുന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നു ഫിഫ ഫുട്ബോൾ ലോകകപ്പിലൂടെ മാനുവൽ നോയർ ആണ്. ഏത് രാജ്യത്തിന്റെ ഗോൾ കീപ്പർ എന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം ജർമ്മനിയാണ്. ജർമ്മനിയുടെ ഗോൾ കീപ്പർ ആയിരിക്കുന്ന മാനുവൽ നോയർ ആണ് ആ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്ന വ്യക്തി മാനുവൽ നോയർ. ഇത് ഉറപ്പായിട്ടും ഇനി വരുന്ന ഒരു എക്സാമിന് നമ്മളോട് ചോദിക്കാം. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിലുള്ള ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി അല്ലെ, ആദ്യമായ ഒരു മലയാളി ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ അല്ലെ, നമ്മളെ സംബന്ധിച്ച് ഇന്ത്യ അടുത്ത കൊല്ലം കളിക്കുമെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. പക്ഷേ അതിനുമുതാ ഒരു മലയാളി ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ടീമിൽ ഇടം നേടിയിരിക്കുന്നു. കണ്ണൂർ സ്വദേശിയായിരിക്കുന്ന അല്ലെ തഹ്സീൻ മുഹമ്മദ് ജംഷീദാണ്. അദ്ദേഹം കേരളത്തിലെ കണ്ണൂർ ജില്ലക്കാരനാണ്. ഏത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിക്കുക? ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയിട്ടാണ് കളിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കി വെച്ചോളുക. തഹ്സീൻ മുഹമ്മദ് ജംഷീദ് 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിലുള്ള ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളിയാണ് ചോദിക്കും. അടുത്ത ചോദ്യം നോക്കിയേ. ഫിഫ പുരുഷ ലോകകപ്പ് നിയന്ത്രിക്കുന്ന രണ്ടാമത്തെ റഫറി അല്ലെ, രണ്ടാമത്തെ വനിതാ റഫറിയാണ്. ക്ഷമിക്കുക, ഫിഫ പുരുഷ ലോകകപ്പ് നിയന്ത്രിക്കുന്ന രണ്ടാമത്തെ വനിതാ റഫറി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ടോറി പെൻസയാണ്. ഓക്കെ, സ്റ്റെഫാനി ഫെഫാർട്ട് എന്ന് പറഞ്ഞ ഒരു വനിതയാണ് ആദ്യം നിയന്ത്രിച്ച്. സ്റ്റെഫാനി ഫെഫാർട്ട് എന്ന് പറയുന്ന വുമണാണ്. ഓക്കെ, 2022 അല്ലെ 2022 ഖത്തർ ലോകകപ്പ് നിയന്ത്രിച്ചു സ്റ്റെഫാനി ഫെഫാർട്ട്. സോ അതിനുശേഷം ടോറി പെൻസോ, അമേരിക്കക്കാരിയായിരിക്കുന്ന ടോറി പെൻസോ. സോ ഫിഫ പുരുഷ ലോകം നിയന്ത്രിക്കുന്ന രണ്ടാമത്തെ വനിതാ റഫറിയാണ് ടോറി പെൻസോ. ചോദിക്കാവുന്ന ഒരു ചോദ്യം കൂടിയാണ്, ഒന്ന് നോക്കി വെച്ചോളുക. പോകുന്നു. ഫുട്ബോൾ ലോകകപ്പിലെ വേഗതയേറിയ രണ്ടാമത്തെ ഹെഡ്രിക് നേടിയ താരം. അങ്ങനെ 2026 ഫുട്ബോൾ ലോകകപ്പിൽ വേഗതയേറിയുന്ന രണ്ടാമത്തെ ഹെഡ്രിക് നേടിയത് ഉസ്മാൻ ഡെംബാലെയാണ്. ഫ്രാൻസിന്റെ താരമായിരിക്കുന്ന ഉസ്മാൻ ഡെംബാലെ അല്ലെ, ഉസ്മാൻ ഡെംബാലെ എന്ത് ചെയ്യാണ്, ഹാട്രിക് നേടിയിരിക്കുന്നു ഉസ്മാൻ ഡെംബാലെ. അപ്പോൾ ഫുട്ബോൾ ലോകകപ്പിലെ വേഗതയേറിയ രണ്ടാമത്തെ ഹാട്രിക് നേടിയത് അത് ഈ പ്രാവശ്യം 2026 ഫുട്ബോൾ ലോകകപ്പിലായിരുന്നു. ഇനി 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ അല്ലെ വേഗതയേറിയ ഹാട്രിക് നേടിയ താരമാരെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്, അത് ഉസ്മാൻ ഡെംബാലെയാണ്. ഏത് രാജ്യത്തെ കളിക്കാരനാണ് ഉസ്മാൻ ഡെംബാലെ എന്ന് ചോദിച്ചാൽ ഫ്രാൻസിന്റെ താരം കൂടിയാണ് ഉസ്മാൻ ഡെംബാലെ. സോ അദ്ദേഹം നോർവേക്കെതിരെയാണ് അല്ലെ, നോർവേക്കെതിരെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ 3 ഗോളുകൾ നേടിയിരിക്കുന്നത് എന്നതാണ്. ഇതാകുന്നു ഇപ്രാവശ്യത്തെ ഫുട്ബോൾ ലോകകപ്പിൽ അല്ലേ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, ആ ലോകകപ്പിനെ ഏറ്റവും അടിപൊളിയാക്കി തന്ന ഒരു രാജ്യം കൂടിയാണ് കാപോ വെർദെ എന്ന് പറയുന്ന രാജ്യം അല്ലേ. ഫിഫ ലോകകപ്പിൽ ഒരു മത്സരവും ജയിക്കാതെ ലോകകപ്പിന്റെ നോക്കൌട്ടിൽ പ്രവേശിച്ച രാജ്യം ഏത് എന്നുള്ളതാണ്. അപ്പോൾ ഫിഫ ലോകകപ്പിൽ ഒരു മത്സരവും ജയിക്കാതെ ലോകകപ്പിന്റെ നോക്കൌട്ടിൽ പ്രവേശിച്ച രാജ്യം ചോദിക്കണമെങ്കിൽ അത് കാപോ വെർദെയാണ്. കാപോ വെർദെ അല്ലെ, വെറുതെ അങ്ങ് ജയിക്കാതെ വെറുതെ നോക്കൌട്ടിൽ കയറി എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അത്രയും നല്ല എഫർട്ട് എടുത്ത് അവർ കളിച്ചു, പ്രത്യേകിച്ച് അവരുടെ ഗോൾ കീപ്പർ അല്ലെ, അതൊക്കെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫിഫ നോക്കൌട്ടിൽ പ്രവേശിക്കുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം, ഈ ഫുട്ബോൾ ലോകകപ്പിൽ നോക്കൌട്ടിൽ പ്രവേശിക്കുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം ചോദിച്ചു കഴിഞ്ഞാലും അതും കാപോ വെർദെയാണ്. സോ ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്യുമെന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. പോകുന്നു അടുത്ത ചോദ്യം. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ പരിശീലകൻ എന്ന റെക്കോർഡ് ആര് കൊണ്ടുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദിദിയർ ദെഷാമാണ്.
ഓക്കെ, ഫ്രാൻസിന്റെ പരിശീലകനായിരിക്കുന്ന ദിദിയർ ദെഷാം ഇപ്രാവശ്യത്തെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ പരിശീലകൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നു ദിദിയർ ദെഷാം. അങ്ങനെ ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ 4 രാജ്യങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാമല്ലേ. 4 രാജ്യങ്ങൾ വന്നു, ശേഷം ഫൈനലിൽ 2 രാജ്യങ്ങൾ, പിന്നെ അവിടെ ഒരു വിജയി വരണം എന്നുള്ളതാണ്. അപ്പൊ സെമി ഫൈനലിൽ പ്രവേശിച്ച 4 രാജ്യങ്ങളിൽ നോക്കി വെച്ചുകൊള്ളുക: ഫ്രാൻസ്, സ്പെയിന്, അർജന്റീന, ഇംഗ്ലണ്ട്. ഫ്രാൻസ്, സ്പെയിന്, അർജന്റീന, ഇംഗ്ലണ്ട്. ഇതിൽ ആരൊക്കെയാണ് ഫൈനലിൽ പ്രവേശിച്ചത്? യെസ്, സ്പെയിനും അർജന്റീനയും ഫൈനലിൽ പ്രവേശിച്ചു. ആര് ജയിച്ചു? സ്പെയിൻ ജയിച്ചു എന്നുള്ളതായിരുന്നു അല്ലെ. പിന്നീട് 3-ാം സ്ഥാനത്തിന് വേണ്ടി ഫ്രാൻസും ഇംഗ്ലണ്ടും മത്സരിച്ചു. 3-ാം സ്ഥാനം ആര് കൊണ്ടുപോയി? ഇംഗ്ലണ്ട് കൊണ്ടുപോയി. 2-ാം സ്ഥാനം അർജന്റീന, 1-ാം സ്ഥാനം സ്പെയിൻ. ഒന്ന് നോക്കി വെച്ചോളുക. ഓക്കെ, 3-ാം സ്ഥാനം ഏത് രാജ്യത്തിന് കിട്ടിയെന്ന് ചോദിക്കണമെങ്കിൽ ഇംഗ്ലണ്ടിലാണ്. ഫ്രാൻസിനെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് 3-ാം സ്ഥാനം നേടിയിരിക്കുന്നു. ഫൈനലിൽ ആരൊക്കെ തമ്മിൽ ഏറ്റുമുട്ടി? സ്പെയിനും അർജന്റീനയും തമ്മിലായിരുന്നു ഫൈനലിൽ ലോക ഫുട്ബോൾ ഫൈനലിൽ ഏറ്റുമുട്ടിയിരിക്കുന്നത്. സ്പെയിനും അർജന്റീന. ആര് വിജയിച്ചു? സ്പെയിൻ വിജയിച്ചു അല്ലെ. 2026 ഫിഫ ലോക കിരീടം നേടിയ രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പെയിനാണ്. ചോദിക്കുകയാണെങ്കിൽ നല്ല ചോദിക്കും. 23ാമത് ഫിഫ ലോക വിജയാരെന്ന് ചോദിച്ചാൽ സ്പെയിനാണ്. ഫൈനലിൽ ആരെ പരാജയപ്പെടുത്തി? അർജന്റീനയെ പരാജയപ്പെടുത്തി എന്നുള്ളതായിരുന്നു. ഫൈനലിൽ സ്പെയിന് വേണ്ടിയിട്ടുള്ള ഗോൾ നേടിയിരിക്കുന്ന താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഫെറാൻ ടോറസ്. സ്പെയിൻ കളിക്കാരനായിരിക്കുന്ന ഫെറാൻ ടോറസ് ആണ് സ്പെയിന് വേണ്ടിയിട്ട് വിജയ ഗോൾ നേടിയിരിക്കുന്നത്. ഫെറാൻ ടോറസ് ആണ് അല്ലെ. 1-0 അർജന്റീനയെ പരാജയപ്പെടുത്തി സ്പെയിൻ എന്ത് ചെയ്യുന്നു? കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. സ്പെയിനിന്റെ 2ാമത്തെ ലോകകപ്പ് കിരീടമാണ് നേടിയിരിക്കുന്നത്. അർജന്റീന ഇതുവരെ എത്ര ലോകകപ്പ് കിരീടം നേടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 4 കിരീടങ്ങളാണ് നേടിയിരിക്കുന്നത്. 26 വിജയം ആരെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? സ്പെയിനാണ്. സ്പെയിൻ 2 തവണ വിജയിച്ചിരിക്കുന്നു, 2010-ലും 2026-ലും. അർജന്റീന 3 തവണയാണ് 1978, 1986, 2022. അങ്ങനെ 3 തവണ അർജന്റീന ഫുട്ബോൾ ലോകകപ്പ് നേടിയിരിക്കുന്നു. 2 തവണ സ്പെയിനും കിരീടം നേടിയിരിക്കുന്നു. ഇനി ആരാണ് സ്പെയിനിന്റെ കോച്ച്, ആരാണ് അർജന്റീന ടീമിന്റെ കോച്ച് എന്നുള്ളതാണ് നമുക്ക് നോക്കിയിരിക്കേണ്ടത്. സ്പെയിന്റെ പരിശീലകൻ ചോദിക്കുകയാണെങ്കിൽ ഈ കാണുന്ന വ്യക്തിയാണ് ലൂയിസ് ദെ ലാ ഫുവെന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. ലൂയിസ് ദെ ലാ ഫുവെന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് സ്പെയിന്റെ പരിശീലകൻ. അർജന്റീനൻ പരിശീലകൻ ചോദിക്കുകയാണെങ്കിൽ ലിയോണൽ സ്കലോണി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അർജന്റീനൻ പരിശീലകൻ. ലിയോണൽ സ്കലോണി എന്ന് പറയുന്ന ഒരു വ്യക്തി. സ്പെയിന്റെ പരിശീലകൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ലൂയിസ് ദെ ലാ ഫുവെന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമാണ്. ഓക്കെ, നല്ല നൈസ് പേരുകളാണ്. ലൂയിസും സ്കലോണി നമുക്ക് കിട്ടാവുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ചോദിച്ച ചോദ്യങ്ങളായിരുന്നു അല്ലെ. അർജന്റീനൻ ടീം പരിശീലകൻ ആരെന്നുള്ളതാണ്. അത് സ്കലോണിയാണ്. നോക്കി വെച്ചു കൊടുക്കുക. ഈ പ്രാവശ്യത്തെ ഫുട്ബോൾ ലോകകപ്പിൽ ഗോൾഡൻ ബൂട്ട് അല്ലെങ്കിൽ ടോപ്പ് സ്കോറർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിരിക്കുന്ന താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കിലിയൻ എംബാപ്പയാണ് അല്ലെ. കിലിയൻ എംബാപ്പയാണ് ഈ പ്രാവശ്യത്തെ ഫുട്ബോൾ ലോകകപ്പിൽ 2026 ഫുട്ബോൾ ലോകകപ്പിലും ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിരിക്കുന്ന 26 ഫുട്ബോൾ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിരിക്കുന്നത് കിലിയൻ എംബാപ്പയാണ്. 10 ഗോളുകൾ നേടി. അങ്ങനെ ആകെ ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം ആരെന്ന് ചോദിച്ചാലും ഇനി ആര് തന്നെയാണ്? കിലിയൻ എംബാപ്പയാണ്. അന്ന് നോക്കി വെച്ചുകൊള്ളുക. അപ്പോൾ ഗോൾഡൻ ബൂട്ട് എംബാപ്പയാണ്. എംബാപ്പ നമുക്കറിയാം ഫ്രാൻസുകാരനാണ്. ഇനി ഗോൾഡൻ ഗ്ലൗ ആർക്കെന്നാണ്? ഈ പ്രാവശ്യത്തെ ഗോൾഡൻ ഗ്ലൗ സ്വന്തമാക്കിയിരിക്കുന്നത് ഉനായ് സിമോൺ ആണ്. സ്പെയിനിന്റെ ഗോൾ കീപ്പർ ആയിരിക്കുന്ന ഉനായ് സിമോൺ ഗോൾഡൻ ഗ്ലൗ സ്വന്തമാക്കിയിരിക്കുന്നു. ഉനായ് സിമോൺ ഗോൾഡൻ ഗ്ലൗ. ഇനി ആർക്കാണ് മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം? സ്പെയിനിന്റെ പാവു കുബാർസി ആണ്. മികച്ച യുവതാരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പാവു കുബാർസിയാണ്. മികച്ച യുവതാരം പാവു കുബാർസിയാണ്. സ്പെയിനിന്റെ താരമായിരിക്കുന്ന പാവു കുബാർസി മികച്ച യുവതാരമായിരിക്കുന്നു. ഇനി ആരാണ് ഗോൾഡൻ ബോൾ വിജയി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പെയിനിന്റെ ക്യാപ്റ്റൻ ആയിരിക്കുന്ന റോഡ്രിയാണ് ഗോൾഡൻ ബോൾ. സ്പെയിനിന്റെ ക്യാപ്റ്റൻ ആയിരിക്കുന്ന റോഡ്രി ഗോൾഡൻ ബോൾ നേടിയിരിക്കുന്നു. സ്പെയിനിന്റെ ക്യാപ്റ്റൻ റോഡ്രിയാണ്. അർജന്റീനിയൻ ക്യാപ്റ്റൻ നമുക്കറിയാം മെസ്സിയാണ് എന്നുള്ളതും നോക്കി വെച്ചോളുക കേട്ടോ. ഇനി ഇപ്രാവശ്യത്തെ ഈ ഫുട്ബോൾ ലോകകപ്പിൽ ഫെയർ പ്ലേ അവാർഡ് നേടിയിരിക്കുന്ന ടീം ഏതെന്ന് ചോദിച്ചാൽ അത് നെതർലാൻഡ്സ് ആണ്. ഫെയർ പ്ലേ അവാർഡ് നേടിയിരിക്കുന്ന ടീം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? നെതർലാൻഡ്സ് ആണ്. ഫെയർ പ്ലേ അവാർഡ് നേടിയിരിക്കുന്ന ടീം ഏതാണ്? നെതർലാൻഡ്സ് ആണ്.
ഇനി ഒരു 1-2 കാര്യം കൂടി ഇതാ നോക്കി വെച്ചു. ഇനി 2030 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് 3 രാജ്യങ്ങളിൽ നടക്കുന്നു. മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. 3 രാജ്യങ്ങളിൽ നടക്കുന്നു. മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ 3 രാജ്യങ്ങളിലാണ് 2030 ഫിഫ വേൾഡ് കപ്പ് നടക്കുക. മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിനിലും. ഇനി ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക, അടുത്ത കൊല്ലം നടക്കുന്ന വനിതാ ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? ബ്രസീലാണ്. 2027 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? ബ്രസീലിലാണ്. ആദ്യമായിട്ടാണ് ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്ത് എന്ത് നടക്കുന്നു? ഫിഫ വനിതാ ലോകകപ്പ് നടക്കുന്നു. ഫിഫ വനിതാ ലോകകപ്പ് 2027 ഫിഫ വനിതാ ലോകകപ്പിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? അത് ബ്രസീലാണ്. വനിതാ ലോകകപ്പാണ്. 30 നമുക്ക് 3 രാജ്യങ്ങളിൽ നടക്കും. മൊറോക്കോ, സ്പെയിന്, പോർച്ചുഗൽ 3 രാജ്യങ്ങൾ. മാറിപ്പോവരുതേ. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം നേടിയിരിക്കുന്ന വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അത് ഡൊണാൾഡ് ട്രംപ് ആണ്. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ആര് നേടിയെന്ന് ചോദിച്ചാൽ ആരാണ്? ഡൊണാൾഡ് ട്രംപ് നേടിയിരിക്കുന്നു അല്ലെ. ഇനി നിലവിൽ ആരാണ് ഫിഫ പ്രസിഡന്റ് ചോദിച്ചാൽ അത് ജിയാനി ഇൻഫാന്റിനോ. ഈ കാണുന്ന ജിയാനി ഇൻഫാന്റിനോയാണ് നിലവിൽ ഫിഫയുടെ പ്രസിഡന്റ്. ജിയാനി ഇൻഫാന്റിനോയാണ്. ഇപ്രാവശ്യം ജിയാനി ഇൻഫാന്റിനോയ്ക്ക് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യപ്പെട്ടതും കൂടിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചോൾക്കാം. നിലവിൽ ആരാണ് ഫിഫയുടെ പ്രസിഡന്റ് ചോദിച്ചാൽ അത് ജിയാനി ഇൻഫാന്റിനോ. അപ്പോൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഏകദേശം ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരിലേക്കും എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ PDF കാര്യങ്ങളെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലായിരിക്കുന്ന നെയ്യാർ CAയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ പോകുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.